ഞാൻ എൻജിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. 3rd ഇയറിൽ കോളേജ് ട്രാൻസ്ഫർ ആയിട്ടൊരു കുട്ടി വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അന്ന് മുതൽ അവളോട് എനിക്ക് പ്രണയമാണ്. കണ്ട നിമിഷം മുതൽ ഞാനൊരു 10 തവണയെങ്കിലും അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ്. അവളുടെ അടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഞാൻ പറയുമ്പോൾ അവൾ ചിരിക്കും. പിന്നെ അവളാകെ പറയുന്നത് നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്ന്. എൻ്റെ മനസ്സിൻ്റെ പല കോണുകളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഫ്രണ്ടായി കഴിഞ്ഞ് പ്രണയത്തിലായാലോ എന്ന്. പക്ഷെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ചിലപ്പോൾ അവൾ പറയും, എൻ്റെ ഫ്രണ്ടല്ലേ നീ, ഇനി എനിക്ക് നിന്നെ പ്രണയിക്കാൻ പറ്റത്തില്ല എന്ന്. എൻ്റെ റീണു ധർമ്മ സങ്കടത്തില്ല എന്ന് അനീഷ് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. കുട്ടിയുടെ പേര് പറയാൻ മടിയാണ്, കാരണം ഫ്രണ്ട്സൊക്കെ തിരിച്ചറിഞ്ഞാലോ എന്ന്. ഓഹോ, രഹസ്യമായിട്ടാണല്ലേ രണ്ടുപേരും. ഈ കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, വെച്ചു തരാം. പിന്നെ അനീഷ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ഞങ്ങൾ പെൺപിള്ളേരങ്ങനെ പറഞ്ഞ് കളയും. ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേക്ക് അയക്കണോ? ഒരു പാട്ട് വേണോ? എന്നാൽ 56070 മെസ്സേജ് ചെയ്തോ. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടായിട്ട് പ്രണയത്തിലാവുന്നതൊക്കെ നല്ലതാണ്. അതായത് ഇപ്പം നാച്ചുറൽ ഒരു പ്രോഗ്രഷൻ ആണെങ്കിൽ നമ്മൾ കുറേ നാൾ ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല പ്രപ്പോസ് ചെയ്തു, നമുക്ക് വലിയ ഹാർട്ട് ഫീലിങ്സ് ഒന്നും വരത്തില്ല. ബിക്കോസ് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കൂടുതൽ മനസ്സിലാക്കുന്നതോറും ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ടില്ലേ പോകത്തുള്ളൂ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് പ്രണയത്തിലാവുകയാണെങ്കിലോ, അതായത് പ്രണയിക്കണം എന്ന ഉദ്ദേശത്തിൽ പ്രണയത്തിലാവുന്നത്, അതിനോട് എനിക്കത്ര നല്ല അഭിപ്രായമൊന്നുമില്ല കേട്ടോ. ബിക്കോസ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ കാര്യമൊക്കെ ഉണ്ട്. കളത്രമല്ലേ നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. പ്രണയമാണെങ്കിൽ ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലാതെ വളച്ച് ചുറ്റി കെട്ടി അവസാനം പ്രണയാന്ന് പറയുമ്പോൾ നമുക്കും തോന്നും അത് വേണ്ട, അവൻ എന്തോ കള്ളത്ര ഉണ്ടെന്ന്. കേട്ടോ, എൻ്റെ അഭിപ്രായമാണേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. എൻ്റെ കൂടെ മമ്മാസ് ഉണ്ട്. ഇൻഫാക്റ്റ് കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ മമ്മാസ് വന്നപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പായിട്ട് പ്രണയത്തിലാവുന്നത് ഓക്കെയാണോ, അതിനു വേണ്ടി പ്രണയിക്കുന്നത് ശരിയാണോ എന്നൊക്കെ. മമ്മാസ് എന്താ പറഞ്ഞെന്നറിയോ? തെറ്റൊന്നുമില്ല, അത് നമ്മുടെ വേവ് ലെങ്ത് പോലെ ഇരിക്കും. ആ ഒരു പ്രോസസ്സ് അങ്ങനെയല്ല നടക്കേണ്ടത്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മളൊരാളെ കാണുന്നു, അവരുമായിട്ട് സൗഹൃദമാകുന്നു, അതൊക്കെ തനിയെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. സൗഹൃദമായി പതിയെ നമുക്ക് തോന്നുകയാണ്, കൊള്ളാലോ ഇയാളെ നമുക്ക് കൂടെ കൂട്ടാൻ കൊള്ളാലോ എന്ന് നമുക്ക് തോന്നി. രണ്ടുപേർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്തിട്ട് പിന്നെ അപ്പോൾ പ്രണയത്തിലേക്ക് മാറുക. അതൊക്കെയാണ്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. When I am with you, I will not cry even a single tear, and your touch have chased away all my fear. You have given me a life that I could live worthwhile. It is even better every time you smile. I just want to say love. I can't be without you, and I love you. ഇഷ്ടപ്പെടുന്ന ആളോട് ഒരു ഐ ലവ് യു പോലും പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടാകത്തില്ല അല്ലേ? ഇന്നും പറഞ്ഞു കാണില്ലേ ഒരുപാട് തവണ. അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും, പറയാൻ കൊതിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ക്ലബ് FM ലവ് ബൈറ്റ്സ് ഇന്ന് റീനു പോവാം. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ love, keep loving and keep listening to love bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.